മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിലെ ചില രംഗങ്ങളെക്കുറിച്ചും മോഹൻലാലിലെ നടനെ കണ്ട് വിസ്മയിച്ചു പോയ സന്ദർഭങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് സംവിധായകൻ സത്യൻ അന്തിക്കാട്. മോഹൻലാൽ അഭിനയിക്കുന്നത് കണ്ട് ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് ചിരിക്കുകയും കരയുകയും ചെയ്ത ആളാണ് താനെന്നും പലപ്പോഴും എങ്ങനെയാണ് അഭിനയിക്കുന്നതെന്ന് പോലും ലാൽ മറന്നുപോകുന്നത് കണ്ടിട്ടുണ്ടെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു. മണിച്ചിത്രത്താഴ് സിനിമയിലെ ഒരു സീനിൽ റീടേക്കിന് പോയ തീരുമാനം ഫാസിൽ മാറ്റിയതിനെക്കുറിച്ചാണ് സത്യൻ അന്തിക്കാട് സംസാരിച്ചത്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ലെങ്തി ആയിട്ടുള്ള ഒരു ഡയലോഗ് ഷൂട്ട് ചെയ്യുകയാണ്. ഒന്നുകിൽ നകുലൻ അല്ലെങ്കിൽ ഗംഗ, ആരെങ്കിലും ഒരാളെ നഷ്ടപ്പെടുമെന്ന് ഡോക്ടർ സണ്ണി പറയുന്ന സീനാണ് എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞ ഉടനെ ഫാസിൽ ലാലിൻ്റെ അടുത്ത് വന്നിട്ട് നമുക്കൊന്നുകൂടി എടുക്കാമെന്ന് പറഞ്ഞു. എടുക്കാം, എന്തു പറ്റിയെന്ന് ലാൽ ചോദിച്ചു. ഡയലോഗ് പറയുന്നതിനിടയിൽ കുറച്ച് ലാഗ് വന്നോ എന്ന് എനിക്ക് സംശയം, ആവശ്യത്തിൽ കൂടുതൽ ഗ്യാപ്പ് ഇട്ടതുപോലെ തോന്നിയെന്ന് ഫാസിൽ പറഞ്ഞു. റീടേക്ക് എടുക്കാം. എനിക്കറിയില്ല, പാച്ചിക്ക ആക്ഷൻ പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. കട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിൽ നിന്നും മാറിയത് എന്ന് ലാൽ പറഞ്ഞു. പിന്നെ ഞാൻ അഭിനയിക്കുകയായിരുന്നു, അതെനിക്ക് ഓർമ്മയില്ല എന്നാണ് ലാൽ പറയുന്നത്. ലാലിൻ്റെ ആ ഒരു മറുപടി കേട്ടതും ഫാസിൽ ഇനി റീടേക്ക് വേണ്ടെന്ന് പറഞ്ഞു. അതറിയാതെ ചെയ്യുന്ന പ്രകടനമാണ്. ഇത്തരത്തിൽ 100 അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ലാലിനെ ക്യാമറയ്ക്ക് മുൻപിൽ നിർത്തി അഭിനയിപ്പിക്കാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് ഞാൻ പറയാറുണ്ട്. നിങ്ങൾ കണ്ട പല സീനുകളും ആദ്യം കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. എന്താ ദാസ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് എന്ന ഡയലോഗൊക്കെ ആദ്യം കേട്ടത് ഞാനാണല്ലോ. ഇത് പറഞ്ഞ് അദ്ദേഹം ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ലാലിൻ്റെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ട്. ചില മിസ്റ്റേക്സ് പോലും അത്തരത്തിൽ കറക്റ്റ് ചെയ്യപ്പെടും. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമയിൽ വീടൊഴിപ്പിക്കാൻ വേണ്ടി ശ്രീനിവാസനെ മോഹൻലാൽ കൊണ്ടുവരുന്ന ഒരു സീനുണ്ട്. ശ്രീനിവാസന്റെ ഇൻസ്പെക്ടർ രാജേന്ദ്രൻ ജീപ്പിൽ നിന്ന് വന്നിറങ്ങുകയാണ്. ഇൻസ്പെക്ടർ രാജേന്ദ്രൻ ജീപ്പിൽ നിന്ന് ചാടി ഇറങ്ങിയപ്പോൾ ഷൂ കാലിൽ നിന്ന് ഊരിപ്പോയിട്ട് ശ്രീനിവാസൻ വീഴാൻ പോയി. പക്ഷേ ഞാൻ ഷോട്ട് കട്ട് ചെയ്തില്ല, എല്ലാവരും അഭിനയിച്ചു. ഇന്നത്തെ പോലെ മോണിറ്റർ ഇല്ലല്ലോ, ഡബ്ബിങ്ങിൽ മാത്രമേ നമുക്കെന്താണ് എടുത്തതെന്ന് കാണാനുള്ളൂ. കണ്ണിൻ്റെ ജഡ്ജ്മെൻ്റാണ്. ഈ സീൻ എടുത്തപ്പോൾ എല്ലാവരും ചിരിച്ചു. മോഹൻലാലും ക്യാമറാമാനും ഒക്കെ ചിരിച്ചു. രണ്ടാമത് എടുക്കാമെന്ന് ക്യാമറാമാൻ പറഞ്ഞു. പക്ഷേ അതിമനോഹരമായ ഷോട്ടാണ്. ഞാൻ ലാലിൻ്റെ അടുത്ത് ചെന്ന് ലാലെ ചിരിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചെന്നും പക്ഷേ ക്യാമറയിൽ ആ ചിരി കാണില്ലെന്നും ലാൽ പറഞ്ഞു. കുടയും ബാഗും ഉപയോഗിച്ച് ഞാൻ എൻ്റെ ചിരി മറച്ചിട്ടുണ്ട്. ഡബ്ബിങ്ങിൽ സത്യേട്ടൻ നോക്കിക്കോ, ഞാൻ ചിരിക്കുന്നത് കാണില്ല എന്ന് ലാൽ പറഞ്ഞു. ആ ഷോട്ടാണ് ഞങ്ങൾ പടത്തിൽ വെച്ചിരിക്കുന്നത്. അതിൽ ലാലിൻ്റെ ചിരി കാണില്ല. അതൊരു പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. അതൊരു ദൈവാനുഗ്രഹമാണ്. പലപ്പോഴും ലാൽ അറിയാതെയാണ് അഭിനയിച്ചു പോകുന്നത്. വലിയ മുന്നൊരുക്കങ്ങളൊന്നും ലാൽ നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുവരെ തമാശ പറഞ്ഞു നടക്കുന്ന ലാൽ ടേക്ക് പറയുമ്പോൾ മറ്റൊരാളായി മാറുകയാണ്, സത്യൻ അന്തിക്കാട് പറഞ്ഞു.